UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്ന് അറിയിച്ചാൽ അൻവറുമായി സഹകരിക്കുമെന്ന് UDF യോഗത്തിൽ തീരുമാനം. ഈ വിവരം UDF നേതൃത്വം തന്നെ അൻവറിനെ അറിയിക്കും. ഓൺലൈനായി ചേർന്ന UDF നേതൃയോഗത്തിലാണ് തീരുമാനം. വിവരങ്ങൾ നൽകാനായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അൻവറുമായി എന്തായാലും നേരിട്ടൊരു ഏറ്റുമുട്ടലിന് നീങ്ങാതെ അനുനയ നീക്കവുമായി തന്നെയാണ് UDFന്റെ ഓരോ നീക്കങ്ങളും. അൻവറിന്റെ തീരുമാനം ഇനി എന്തായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. UDFന് വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ നിന്നും ഒരല്പം പിന്നോട്ട് പോകുന്നു UDF. ഇന്ന് ഓൺലൈനായി ചേർന്ന UDF യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അത് പുതിയ തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടി വരും. കൊച്ചിയിലെ UDF യോഗത്തിലുണ്ടായ തീരുമാനം ഇന്ന് വീണ്ടും UDF നേതൃത്വം PV അൻവറിനെ അറിയിക്കും. അടൂർ പ്രകാശ് തന്നെ, കൺവീനർ തന്നെ അൻവറിനെ ഈ വിഷയം അറിയിക്കും. അല്പസമയത്തിനകം കൽപ്പറ്റയിൽ UDF കൺവീനർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. യോഗത്തിലെ തീരുമാനം എന്ന് പറയുന്നത് ഘടകകക്ഷിയാക്കണമെന്നുള്ള അൻവറിന്റെ ആവശ്യം അംഗീകരിക്കില്ല. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിരുന്ന അസോസിയേറ്റഡ് മെമ്പർ ആക്കാമെന്നുള്ള നിലപാട് അൻവറിനെ അറിയിക്കാനുള്ള തീരുമാനമാണ് UDF യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ അൻവർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം UDF നേതാക്കൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, PV അൻവർ UDF സ്ഥാനാർത്ഥിയെ പറ്റി നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. UDF സ്ഥാനാർത്ഥി മോശമാണെന്നുള്ള തരത്തിലായിരുന്നു പ്രതികരണങ്ങൾ. ആ പ്രസ്താവന തിരുത്തണം. UDF സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് അൻവർ പറഞ്ഞാൽ അൻവറുമായി സഹകരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അൻവറിന്റെ തീരുമാനം എന്ത് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഘടകകക്ഷിയാക്കണമെന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് അൻവർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് സംബന്ധം വേണ്ട, കല്യാണം മതി എന്നുള്ള നിലപാടാണ് അൻവർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിക്കുന്നില്ല എന്ന് അൻവർ അല്പസമയങ്ങൾക്ക് മുൻപ് അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് മാധ്യമങ്ങളെ കണ്ട് എന്താണ് തീരുമാനം എന്നുള്ള കാര്യം അൻവർ പ്രഖ്യാപിക്കും. അൻവറിന്റെ നിലപാട് എന്തായാലും അത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് നിലമ്പൂരിൽ. M സ്വരാജ് കൂടി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ പാർട്ടി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അപ്പോൾ നേരത്തെ UDFന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഗ്രൗണ്ടിൽ ഇറങ്ങി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ ഒരു മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കം വിവാദങ്ങളെ തുടർന്ന് ഇല്ലാതാക്കേണ്ട എന്നുള്ളതായിരുന്നു ഒരു പൊതുവികാരം ഇന്ന് UDF യോഗത്തിൽ ഉണ്ടായത്. അതനുസരിച്ചുള്ള തീരുമാനമാണ് അൻവറിനെ അറിയിക്കുക. അല്പസമയങ്ങൾക്കകം എന്തായാലും ഈ തീരുമാനം പരസ്യമായി തന്നെ അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്യും. ശരി അമൽ, എന്തായാലും UDF നേരത്തെ എടുത്ത അതേ തീരുമാനങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ അൻവർ തയ്യാറാകട്ടെ എന്നുള്ളത് തന്നെയാണ് UDFന്റെ തീരുമാനം. ഇനി അൻവറിന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അമൽ തേനമ്പറമ്പിലാണ്.